Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഡേ ആണിത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പിസ്ത കേക്കിൻ്റെ വീഡിയോയിൽ ഉപ്പാനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഉപ്പ വന്നത് എന്താ പറയാഞ്ഞെന്ന്. ഞാൻ സത്യത്തിൽ എനിക്ക് വീഡിയോ മാറിപ്പോയതാണ്. ഞാൻ ഈ വീഡിയോ ആയിരുന്നു ആദ്യം ഇടാൻ വിചാരിച്ചത്. അങ്ങനെ മാറിപ്പോയതാണ്. അപ്പോൾ ഉപ്പ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ തലേ ദിവസം കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് അടുത്ത ദിവസം കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക് റെഡിയാക്കി വെക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് സോക്ക് ചെയ്തിടുന്നേ ഉള്ളൂ. ഇത് ആസിറ്റിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഗ്രീൻ കോഫി ബീനാണ്. ഗ്രീൻ കോഫി ബീൻ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കോഫിയാണ് യൂസ് ചെയ്യുക. ഇത് റോസ്റ്റ് ചെയ്യാത്ത അതിൻ്റെ പച്ച ഫോമിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറിൽ ഫാറ്റിൻ്റെയും ഗ്ലൂക്കോസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കുറയ്ക്കാനായിട്ട് ക്ലോറോജനിക് ആസിഡിൻ്റെയും പിന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ ലെവൽ ഇത് കൂട്ടുന്നുണ്ട്. അത് കാരണം നമ്മുടെ ബ്ലഡിലുള്ള ഇൻസുലിൻ്റെ ലെവൽ കുറഞ്ഞിട്ട് നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടെയാണിത്. വെയിറ്റ് ലോസിന് മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കുക. അപ്പോൾ ഞാൻ തലേ ദിവസം ഒരു സ്പൂൺ കോഫി ബീൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മൂടി വെക്കും. എന്നിട്ട് അടുത്ത ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. രാവിലെ എണീറ്റതിന് ശേഷം ഞാൻ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഫി ബീനും അതിലെ വെള്ളവും എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിലുള്ള എക്സ്ട്രാക്റ്റ് ഒക്കെ പുറത്തേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാനായിട്ട് റെഡിയാവും. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ എടുത്ത് കുടിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, ഒരു കയ്പോ അങ്ങനെയൊന്നുമില്ല. നോർമൽ നമ്മൾ ഒരു വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഉമ്മ അവിടെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ വകമായിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്തക്ക് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള പാസ്ത റെസിപ്പിയാണ്. അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പം ഉള്ളിയും ക്യാപ്സിക്കും ആണ് ഞാൻ ആകെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് മുറിച്ചെടുക്കുകയാണ്. വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളത്തിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഫുൾ പാക്കറ്റ് ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് ഫുൾ പാക്കറ്റ് വേണ്ടി വരും. പിന്നെ ഇത് വീറ്റ് പാസ്തയാണ്. അപ്പോൾ നമ്മുടെ നോർമൽ പാസ്തയെന്നും കമ്പാരിറ്റീവ്ലി ഹെൽത്തിയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോഴത്തേനും തന്നെ കുക്കായിട്ട് കിട്ടും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോക്കിനും നമ്മുടെ പാസ്ത നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിന് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പാസ്ത ഇനി കൂടുതലായിട്ട് കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങനെ വെന്തുടയാൻ പാടില്ല. കുറച്ചൊന്നിങ്ങനെ കടിക്കുന്ന പാകത്തിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ ആ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാസ്തൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ സോട്ടിങ്ങിനും അതുപോലെ മാരിനേഷനും സാലഡിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലാണ്. നേരത്തെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെ ഒലിവ് ഓയിൽ 2 ടൈപ്പ് ഉണ്ട്. ഇനി ഈ ഓയിലിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ പാസ്ത സോസ് അല്ലാതെ വേറൊരു പൊടികളോ സോസോ ഒന്നും യൂസ് ചെയ്യണില്ല. ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വരുന്ന പാസ്ത സോസാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു 3 സ്പൂണൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ മതി. ഇത്രയും പാസ്തയിലേക്ക് അത് മതിയാവുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചിക്കനും ഉണ്ട്, അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പാസ്ത സോസ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ പാസ്ത സോസ് നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് പെട്ടെന്നൊക്കെ പാസ്ത ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സോസ് മാത്രം മതി, വേറെ ഒന്നും ചേർക്കണമെന്നില്ല. ഇനി ഞാൻ ഇന്നലത്തെ ബാക്കിയുള്ള കുറച്ച് ചിക്കൻ ഉണ്ട്. ഉമ്മ ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കിനി. അപ്പോൾ അതിൽ നിന്നുള്ള ചിക്കനും കുറച്ച് മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മസാല ഉള്ളതുകൊണ്ടാണ് പാസ്ത സോസ് കുറച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാസ്ത റെഡിയായി. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല, അങ്ങനെ എടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത്രയും ദിവസം ഉപ്പാക്ക് ക്വാറൻറ്റൈൻ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ഉപ്പൻ്റെ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ കാലമായിട്ട് ഇതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉപ്പാക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഗിഫ്റ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട്, എന്നാലൊരു വലിയ ഒരു ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഉപ്പ ഏതായാലും ഫോൺ മാറ്റാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫോണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഐഫോണൊക്കെ വാങ്ങി അത് കേക്കിൻ്റെ ഉള്ളിൽ സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിൻ്റെ ബോക്സ് ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് കേക്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതായതുകൊണ്ട് ക്രീമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് റെഡിയാക്കുകയാണ്. എപ്പോഴും നമ്മുടെ പാരൻസ് നമുക്ക് ഇങ്ങോട്ടല്ലേ ഗിഫ്റ്റ് വാങ്ങിത്തരില്ലേ. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് വാങ്ങി കൊടുത്തിട്ട് അവരുടെ ആ മുഖത്തുള്ള സന്തോഷം ഒന്ന് കണ്ടു നോക്കണം. ശരിക്കും നമ്മൾ ഹാപ്പിയാവും. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ശരിക്കും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് വിചാരിച്ചതേനു. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഈ കൊടുക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ പാരൻസിനും ഗിഫ്റ്റ് കൊടുത്താൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മൾ എന്തെങ്കിലും ചെറുത് കൊടുത്താലും മതി, ഇങ്ങനെ വലിയ വലിയ ഗിഫ്റ്റൊന്നും വേണമെന്നില്ല. ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ തന്നെ മതി. നമ്മുടെ പാരൻസ് ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. കാരണം അവർ അവരുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ നല്ല പ്രായത്തിൽ നമ്മളെ നോക്കാനും നമ്മളെ വളർത്താനും ഒക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള നിലക്ക് എന്തെങ്കിലും ചെറുതായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ തന്നെ അത് മതിയാവുമായിരിക്കും മനസ്സ് നിറയാനായിട്ട്. അപ്പം എൻ്റെ ഉപ്പാക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, സർപ്രൈസ് ആക്കുക, അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേക്കിൻ്റെ അകത്തൊക്കെ വെച്ച് ചെയ്യുന്നത്. പിന്നെ കാര്യമില്ലാതെ വെറുതെ ഇങ്ങനെ ഓവറായിട്ട് പൈസ ചിലവാക്കണേനും ഉപ്പക്ക് തീരെ യോജിപ്പില്ല. ഐഫോണൊക്കെ ഇഷ്ടമാണ് ഉപ്പാക്ക്, പക്ഷേ അതൊക്കെ നമുക്ക് യൂസ് ഉണ്ടെങ്കിൽ വാങ്ങിയാൽ പോരേ എന്നുള്ളൊരു ലെവലാണ് ആൾക്ക്. എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഫോണെല്ലാം കേക്കിൻ്റെ അകത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അന്നായിരുന്നു നമ്മൾ പെട്ടി പൊട്ടിച്ചത്. ഉപ്പ വന്നിട്ടുള്ള പെട്ടി അന്നാണ് പൊട്ടിച്ചത്. അതുവരെ നമ്മൾ ഇനിയിപ്പം തൊടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ ഇപ്പം പെട്ടി പൊട്ടിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ അധികം കാര്യമായിട്ടൊന്നും ഇപ്പോൾ കൊണ്ടുവരലില്ല. കാരണം ഇപ്പം നമുക്ക് ഗൾഫിൽ കിട്ടുന്നതൊക്കെ നാട്ടിലും കിട്ടുന്നുണ്ട്. എന്നാലും കുറച്ചൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ പ്രിങ്കിൾസും ചീസും ക്രീമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവരാറുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള മിഠായികളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഈ പെട്ടിയിൽ ഉണ്ടാവുക. എന്നാലും പെട്ടി പൊളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. ഉപ്പ വന്നിട്ട് പെട്ടി പൊളിക്കുക എന്ന് പറയുമ്പം നമുക്ക് എന്തോ നിധിയൊക്കെ പൊട്ടിക്കുന്ന പോലെയാണ് തോന്നുക. അങ്ങനെ പെട്ടി പൊളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഉമ്മ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, സാമ്പാർ, മീൻ കറി, അവിയൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അനീസ്കയും വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാനെന്നും പറഞ്ഞിട്ട് ഉപ്പനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. വീഡിയോക്ക് ഇൻട്രോ പറയും ഉപ്പയും വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഇരുത്തിയതാണ്. അങ്ങനെ ഉപ്പക്ക് ഒരു ഐഡിയ ഇല്ല കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള. ഉപ്പൻ്റെ കൂടെ ഉപ്പേനെ കട്ട് ചെയ്യാൻ പോണത്. മുറിയില്ലേ ഞാൻ എടുത്ത് വെക്കി. നിങ്ങളെ പ്രാങ്ക് ചെയ്യണേ എന്താണ് ഞാനെന്നാ ഇത് കേക്കിന്റെ ഭാഗം വിചാരിച്ചത്. കേക്കിന്റെ ഭാഗം തന്നെ ഐഫോൺ ഇതിരിക്കാം. അല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ബോക്സ് കേക്കോ അങ്ങനെ കഴിക്കാൻ ഞാനതാ മുറിച്ചിട്ട് മുറിയാത്തത്.
റിയലാണ്, സീലൊക്കെ ഉണ്ട്. എനിക്ക് വിശ്വാസത്തെ ഇഷ്ടമാണ് പ്രശ്നം. കേക്ക് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലൊരു ബോക്സ് കണ്ടപ്പോൾ ഇപ്പോൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഡെമോ ചെയ്തതാണെന്നാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കേക്കിൻ്റെ അകത്ത് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് കാണിച്ചു തരാനുള്ളൊരു ഡെമോ ആക്കി ചെയ്തതാണെന്നാണ് ഇപ്പോൾ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊക്ക് ഭയങ്കര അങ്ങനെ എക്സ്പ്രഷനൊന്നും ഇല്ലേനു. കാരണം ഇതെന്തോ ഒരു സംഭവം ഉള്ളിലോട് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് ഉപ്പക്ക്. പിന്നെ അത് ഉപ്പാക്കുള്ളതാണ്, ഒറിജിനലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഉപ്പ ആകെ സർപ്രൈസ്ഡ് ആയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പക്ക് ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ വരാൻ തുടങ്ങിയേ. സംഭവം ചെയ്തൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കണം, എനിക്ക് യാതൊരു താല്പര്യം. അതിന് ചിലപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങും. പിന്നെ സർപ്രൈസ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ചായക്ക് കല്ലുമ്മക്കായ നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. കുറേ കാലമായിരുന്നു ഈ കല്ലുമ്മക്കായ നിറച്ചത് കഴിച്ചിട്ട്. ഞങ്ങൾ കടുക്ക നിറച്ചത് എന്നാണ് പറയൽ. അപ്പം ഇത് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് എന്നുള്ളതാണ്. ഇത് ഒരു സ്പെഷ്യൽ ടെക്നോളജി വെച്ചിട്ടാണ് അവർ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമായിട്ട് തോന്നി. കാരണം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ, അതായത് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. കേടുവരുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ടാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. ഞാനിത് ഒലിവ് ഓയിലിലാണ് പൊരിച്ചെടുക്കാൻ പോണേ. അപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കല്ലുമ്മക്കായ വെച്ച് കൊടുക്കുകയാണ്. 4 പീസിന് 99 രൂപയാണ്. ശരിക്കും ഇത് 4 പീസിൻ്റെ പാക്കറ്റാണ്, നാനോ പാക്കറ്റ്. അതിൽ 2 പീസ് ഇപ്പം എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെ 6 കല്ലുമ്മക്കായാണ് അതിലുണ്ടായിനെ. എൻ്റെ നേരെ താഴെയുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു കുട്ടിയൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നമ്മളിത് ഓയിലിലേക്ക് ഇട്ട പാടെ തന്നെ ആ കല്ലുമ്മക്കായൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി. നല്ല രസമുണ്ട് കാണാൻ, നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ടേസ്റ്റും അടിപൊളിയായിരുന്നു. എനിക്ക് കഴിക്കാൻ ക്ഷമയില്ലാഞ്ഞിട്ട് ചൂടോടെ തന്നെ ഒരെണ്ണത്തിൻ്റെ തോലൊക്കെ പൊളിച്ചു നോക്കി. അങ്ങനെ കുറച്ച് കല്ലുമ്മക്കായ അതുമ്മ പിടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിങ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇനി കല്ലുമ്മക്കായ കഴിക്കാൻ പൂതിയായാൽ കോഴിക്കോട് ബീച്ചിൽ തന്നെ പോകണമെന്നില്ല, ഫുഡ്സിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ കല്ലുമ്മക്കായ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. പിന്നെ അന്ന് രാത്രി നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്തു നിന്നൊക്കെ ഫുഡ് എന്ന് വിചാരിച്ച്. കാരണം ഉപ്പൻ്റെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ രാമനാട്ടിലേക്കാണ് പോയത്. അപ്പം ആദ്യം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നോക്കി. അവിടെ ഭയങ്കര തിരക്കേനു. അങ്ങനെ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ 7 ബേക്സിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ പൊറാട്ടയും ചപ്പാത്തിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാം എത്തിയിട്ടുണ്ട്. ഇത് ബട്ടർ ചിക്കനാണ്, പിന്നെ ഉമ്മാൻ്റെ അൽഫാമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാൻ തുടങ്ങി. ഇവിടെ റേറ്റൊക്കെ നോർമലാണ്, അതായത് അങ്ങനെ കൂടുതലായിട്ടുള്ള റേറ്റൊന്നുമില്ല, നമുക്ക് അഫോർഡബിളാണ്. അപ്പോൾ ബട്ടർ ചിക്കനും പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവസാനമാണ് ഇത് പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞാൽ മതിയെന്നോ തോന്നി, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവസാനം മിൻ ലൈം എന്തായാലും വേണം. അങ്ങനെ മിൻ ലൈമും കൂടെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.